പവിത്ര, ഈ വേലക്കാരിയുടെ പ്രശ്നം എങ്ങനെയെങ്കിലും മുടക്കി തരണം. അത് ശരി. അപ്പൊ ഡോക്ടർ അറിഞ്ഞിട്ടുള്ള പരിപാടി അല്ലായിരുന്നു ഇത്? അറിഞ്ഞുകൊണ്ടുള്ള പരിപാടി എന്ന് ചോദിച്ചാൽ അല്ല. രാവിലെ ഇവിടെ ഒരു വഴക്കുണ്ടായി, ഒരു ചെറിയ പ്രശ്നത്തിന്. ഇന്ന് ഏത് പെണ്ണിനെ കിടക്കാൻ മേലാതെ പറഞ്ഞേ? ഇല്ല, പെണ്ണ് കേസല്ല, ഇത് വേറൊരു കേസാണ്. അതിനെ ചൊല്ലി വഴക്കുണ്ടായി. അപ്പം എടുത്തോണ്ട് വന്നതാ വേലക്കാരി പ്രശ്നം. പവിത്ര, എന്തെങ്കിലും പറഞ്ഞ് ഈ വേലക്കാരിയുടെ കാര്യം ഒഴിവാക്കി തന്നേ പറ്റുള്ളൂ. അതിനൊരു വഴി പറഞ്ഞാ പവിത്ര. ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ അങ്ങനെയുള്ള ആളുകളെ കിട്ടാനില്ലെന്ന് പറഞ്ഞാലോ? ഏയ്, അത് വർക്കൗട്ട് ആവത്തില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞാലും പവിത്രൻ ഇത് നടക്കൂല എന്ന് കണ്ടാൽ അവള് വേറെ ഏതെങ്കിലും ബ്രോക്കറിന്റെ അടുത്ത് പോകും. അയ്യോ, അത് കുഴപ്പമില്ല, അത് നടക്കില്ല. അങ്ങനെയാണെങ്കിലേ എൻ്റെ ഒരു 2 നമ്പറുണ്ട്. ഞാൻ അതൊന്നും എടുത്ത് പ്രയോഗിക്കാം. കൈ കിട്ടും, കിട്ടാതിരിക്കുകയല്ല. കേക്കോ? പിന്നെ 100% ഉറപ്പല്ലേ? സാറ് ധൈര്യമായിട്ടിരിക്കുക, അത് പവിത്രമായിട്ട്. അങ്ങനെ എങ്ങാനും സംഭവിച്ച് വേലക്കാരി ഒഴിവാക്കി തന്ന പവിത്ര ഞാൻ കാണേണ്ട രീതി കണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞതെല്ലാം അതുപോലെ അങ്ങ് ചെയ്തേക്കണം. തീർച്ചയായിട്ടും കൊടുക്ക്, മേടിക്ക്. താങ്ക് യു. ഒരാഴ്ച ഞാൻ തിരിച്ചു തരുമല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല, ഒരാഴ്ച എന്നിട്ട് ഞാൻ തിരിച്ചു. അപ്പൊ പവിത്ര ജോലിക്കാരിയെ കണ്ടുപിടിച്ച് കൊടുക്കുക. ഓക്കെ. അതിൽ നിന്ന് എൻ്റെ ഭാര്യയ്ക്ക് സമാധാനം കിട്ടുമെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അതൊക്കെയല്ലേ സാറേ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ ആലിസിന് ഇഷ്ടത്തിനുള്ള ഒരാളെ സംഘടിപ്പിച്ചു കൊടുക്കുക. ആയിക്കോട്ടെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചോളൂ. പവിത്ര, എന്നത്തേക്ക് ആളെ കിട്ടും? ആളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ ഡോക്ടർക്ക് തന്നെ പറ്റിയെന്നാ? എന്ത് പറ്റാൻ? അല്ല, സാധാരണ ഒരു ജോലിക്കാരി വേണം എന്നൊക്കെ പറയാൻ നേരത്ത് പുള്ളി കിടന്ന് കയറ് പൊട്ടിക്കുന്ന ഞാൻ കാണുന്നില്ലേ. പറ്റുമല്ല, ഇതൊന്നും ഇവിടെ നടക്കുകയല്ലെന്ന്. പക്ഷെ എന്തോ പുള്ളിക്ക് ഈ കാര്യം പറഞ്ഞപ്പോ തൊട്ടൊരു ഇളക്കം. അത് ഇളക്കമൊന്നും അല്ല പവിത്ര. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് ഇച്ചായനറിയാം. നേരത്തെ ശമ്പളം കൊടുക്കാൻ കാശില്ല എന്നായിരുന്നു ന്യായം. ഇനി അത് പറയാൻ പറ്റില്ലല്ലോ, അത് പരിഹരിച്ചല്ലോ. പിന്നെ എന്ത് പറയും? അല്ല അലീസ, എന്തോ ഒരു ചെറിയ മാറ്റമുണ്ട്. എന്ത് മാറ്റം? അല്ല, സാധാരണ ഒരു വേലക്കാരി വേണോന്ന് പറയാൻ നേരത്ത് പുള്ളി കിടന്ന് ചാടുന്നത് ഞാൻ വരെ കണ്ടിട്ടുള്ളതല്ലേ. വേണ്ട, ഇവിടെ പറ്റത്തില്ല. പക്ഷെ എന്റെ കസ്റ്റഡിയിൽ ഒരു പെണ്ണുണ്ട്, പേര് മീനാക്ഷി എന്നാന്ന് പറഞ്ഞപ്പം ഒരു മുഖത്തിന്റെ ഭാവവ്യത്യാസം. പിന്നെ ആ മീനാക്ഷിയുടെ പ്രായവും അതിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കള്ളച്ചിരി. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ മുഖത്ത് ഞാൻ കണ്ടിട്ട് പോലുമില്ല കള്ളച്ചിരി. അത് കഴിഞ്ഞ് എന്നോട് പറയാം, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു കാര്യം മീനുവിനോട് പോരാൻ പറയാം. മീനുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ പേര് മനസ്സിൽ കയറ്റി വെച്ചേക്കുക. അങ്ങനെ പറഞ്ഞ സത്യമായിട്ട് പറഞ്ഞ ദൈവത്തിനടുത്തോളം പറഞ്ഞു. അതൊക്കെ പോട്ടെ വിട്. അത് കഴിഞ്ഞൊരു ഡയലോഗ് അല്ലേ വേണ്ട, അത് പറയേണ്ടത്. ഡോക്ടർ എന്നോട് പറയാണേ, ഒരു കാര്യം ഈ പറയുന്ന മീനാക്ഷിക്ക് ഡെയിലി വന്നു പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇവിടെ താമസിക്കട്ടെ, ഇവിടെ ആകുമ്പോ സൗകര്യം ഉണ്ടല്ലോ, മുറികളുണ്ടല്ലോ എന്ന്. അങ്ങനെ പറയുന്ന ആള് എന്റെ ആലീസെ പുറത്ത് കാണുന്ന പോലെ അല്ല ചില ആളുകള്. അണ്ടിയോട് എടുക്കുമ്പോഴല്ലേ മാങ്ങാടെ പുളി അറിയത്തുള്ളൂ. അത് മാത്രമല്ല, സാറാണ് ചെറുപ്പക്കാരൻ, കാണാനും സുന്ദരൻ. ആലീസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആലീസിന്റെ കണ്ണു വെട്ടിക്കാനാണോ പ്രയാസം? അല്ല, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ എന്റെ തോന്നലായിരിക്കും കേട്ടോ. ഒരുപക്ഷെങ്കിൽ സാർ അങ്ങനെ ഒന്നും ചെയ്യത്തില്ലായിരിക്കും. സാറ് എക്സ്ട്രാ ഡീസൻ്റ് ആയിരിക്കും, സാർ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരിക്കും. പക്ഷെ നാളെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ പവിത്ര ഇതെന്നാ പവിത്ര എന്നോട് നേരത്തെ പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തോ സമാധാനം പറയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, ആലീസ് ടെൻഷൻ അടിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നിങ്ങൾക്ക് ഇനി വേലക്കാരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ ഞാൻ കൊണ്ടുതരാം. ടെൻഷൻ അടിച്ചിട്ട് തന്നെ കാര്യം. അല്ല, ഞാൻ പറഞ്ഞു വന്നത് പടക്കവും തീപ്പെട്ടിയുവാ. അടുത്തിരിക്കുന്ന കാര്യം ഇച്ചിരി റിസ്ക്കാ, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്തൊക്കെയാ ഈ നാട്ടിൽ നടക്കുന്നത്? എല്ലാം പറഞ്ഞ് സെറ്റാക്കിയോ? പവിത്രം പോയോ? എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഇച്ചായ, ഞാൻ ആലോചിക്കുവായിരുന്നേ, ഇവിടെ ഒരു ജോലിക്കാരനെ വേണ്ടാന്ന് ഇച്ചായം പറഞ്ഞില്ലേ? അതിലൊരു കാര്യമില്ലേ? ഉണ്ടോ? ശരിക്കും ഇച്ചായ, ഞാനൊരു വാശിപ്പുറത്തായി ഇവിടെ ജോലിക്കാരനെ വേണമെന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പോലുള്ള ജോലി വീട്ടിലില്ല ഇച്ചായ. സത്യ. എന്നാ പിന്നെ നീ പവിത്രനോട് വിളിച്ച് പറ വേണ്ടാന്ന്. അത് പറയാം. പവിത്രനെ ഈ ജോലിക്കാരുടെ കാര്യം പറഞ്ഞപ്പോ തൊട്ട് പറയുവാണേ,
ഇച്ചായൻ അത് കേട്ടപ്പോ തൊട്ട് ഭയങ്കര ഇളക്കോന്നു. ഇച്ചായന്റെ മനസ്സിലുള്ള ആഗ്രഹം ഇവിടെ ജോലിക്കാരി വരണോന്നാന്ന്. ശരിക്കും പറഞ്ഞാൽ ഇച്ചായൻ പുറമേ കാണുന്ന പോലത്തെ ഒരാളെ അല്ല, കയ്യിലിരിപ്പ് വളരെ മോശമാണ്. അങ്ങനെ അവൻ പറഞ്ഞു. അതല്ല ഇച്ചായ, വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്നാ? ഈ പടക്കവും തീപ്പെട്ടിയും കൂടെ അടുത്തടുത്ത് വെക്കുന്നത് ഭയങ്കര റിസ്ക് ആണ്. ശരിക്കും പറഞ്ഞ പവിത്രന്റെ പറച്ചില് കേട്ടാ തോന്നും ഇച്ചായൻ ലോക കോഴിയാന്ന്. ആ പിന്നെ പവിത്രൻ ഇത്രയൊക്കെ പറഞ്ഞപ്പം ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു. എന്നാടി? ഈ ബുദ്ധി മൊത്തം ഇച്ചായന്റേതാണെന്ന്. ഈ ബുദ്ധി മുഴുവൻ ഇച്ചായന്റേതാണെന്ന്. ഓടിയോടുന്നു. ഞാൻ ഇത്ര വൃത്തിയിടൊന്നും പറയത്തില്ല. ആണല്ലോ എനിക്ക്. മോനെ ജോർജ് കുട്ടി, എന്നാ മോനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി. ദേ, ഇത്തരം അഭ്യാസമൊക്കെ കയ്യിൽ തന്നെ വെച്ചാ മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ മീനാക്ഷി ഇവിടെ വരും. അവളെ ഓടിക്കാനായിട്ട് എന്തെങ്കിലും വേലത്തരമായിട്ട് വന്ന അതങ്ങ് കയ്യിൽ തന്നെ വെച്ചാ മതി. ഞാനൊരു പണി നോക്കണം. ഞാൻ എന്തിനു വരണം? എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല. അയ്യോ, കൊറേ നമ്പറുമായിട്ട് അങ്ങ് ഇറങ്ങിയേക്കുക. അതിന് കൂട്ടുപിടിച്ചതാ നല്ലൊരു പവിത്രനെ. ഒന്നും അങ്ങ് ഏറ്റില്ലല്ലേ? ഓടിയോട്.